Good morning, students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. In the last class, we discussed about opportunity cost. In this session, we are going to discuss about the various economic systems prevailing in the world and how these various economic systems solves the major problems faced by an economy. വിവിധ സമ്പദ് വ്യവസ്ഥകൾ ഏതെല്ലാം, ഓരോ സമ്പദ് വ്യവസ്ഥയും എങ്ങനെയാണ് സമ്പദ്ഘടന അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. There are three types of economic systems. One is centrally planned economy, market economy and mixed economy. മലയാളത്തിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിനെ വിളിക്കുന്നത് കേന്ദ്രീകൃതമായ ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ, കമ്പോള സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ മൂന്ന് സമ്പദ് വ്യവസ്ഥകളും വ്യത്യസ്തമായ രീതിയിലാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. സോ ഫസ്റ്റ് ടേക്ക് ദ കേസ് ഓഫ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ഒരു കേന്ദ്രീകൃതമായ സമ്പദ് വ്യവസ്ഥയിൽ ആരാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് നോക്കാം. All the factors of production. The factors of production are land, labor, capital and organization. These all factors of production are owned and controlled by a government or a central planning authority in a centrally planned economy. ഒരു കേന്ദ്രീകൃതമായ ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ ഉൽപാദന ഉപാധികൾ 4 എണ്ണമാണ്. നിങ്ങൾക്കറിയാം, ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ 4 ഉൽപാദന ഉപാധികളുടെയും ഉടമസ്ഥാവകാശവും അത് നിയന്ത്രിക്കുന്നതും ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ ഒരു ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ആയിരിക്കും. Therefore, all the important decisions regarding the economic activities are taken by the government. എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളും അത്തരമൊരു സമ്പദ് വ്യവസ്ഥയിൽ സർക്കാർ ആയിരിക്കും എടുക്കുക. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും സർക്കാർ തന്നെ കണ്ടെത്തും. The problems are 3: what to produce, how to produce and for whom to produce. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എന്തുൽപ്പാദിപ്പിക്കണം. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ അഥവാ ഒരു കേന്ദ്രീകൃത ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കുന്നത് സർക്കാർ തന്നെയായിരിക്കും. For example, suppose the government found that there is a need of a particular good or service in the economy, and if there is no adequate production of that commodity in the economy, the government take the initiative to produce that goods or service. സപ്പോസ് സർക്കാർ വിചാരിക്കുകയാണ് ഒരു പ്രത്യേക വസ്തു അല്ലെങ്കിൽ ഒരു പ്രത്യേക സേവനം സമ്പദ്ഘടനയിൽ ആവശ്യത്തിനില്ല എന്ന് സർക്കാരിന് മനസ്സിലാകുമ്പോൾ സർക്കാർ തന്നെ നേരിട്ട് ആ വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നും സർക്കാർ തന്നെ തീരുമാനിക്കുന്നു. ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് സർക്കാർ തീരുമാനിക്കുന്നു. വാട്ട് ടു പ്രൊഡ്യൂസ് സർക്കാർ തീരുമാനിക്കുന്നു. ഹൗ ടു പ്രൊഡ്യൂസ് സർക്കാർ തീരുമാനിക്കുന്നു. ദെൻ ഹൗ ദീസ് ഗുഡ്സ് ആർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. That decisions are also taken by the government. In short, we can say that in a centrally planned economy, all the problems such as what to produce, how to produce and for whom to produce are solved by government or the planning authority. Then take the case of market economy. കമ്പോള സമ്പദ് വ്യവസ്ഥ. So in market economy, the factors of production are owned and controlled by individuals. Here in market economy, the market plays a very important role. എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതും ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ ഒരു കമ്പോള സംവിധാനമായിരിക്കും. മാർക്കറ്റ് മെക്കാനിസം ഓർ പ്രൈസ് മെക്കാനിസം, വില സംവിധാനം അഥവാ കമ്പോള സംവിധാനമാണ് ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നത്. സോ ഹൗ ദിസ് മാർക്കറ്റ് മെക്കാനിസം ഓപ്പറേറ്റ്സ്. ലെറ്റ് us discuss how this market mechanism operates. ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഈ കമ്പോള സംവിധാനം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ടേക്ക് a good X. Suppose the demand for this good rise in the economy.
എക്സ് എന്നൊരു വസ്തു നമ്മൾ എടുക്കുന്നു. ഈ വസ്തുവിൻ്റെ ചോദനം വർദ്ധിക്കുന്നു. എക്കോണമി, പീപ്പിൾ ഡിമാൻഡ്സ് മോർ എക്സ്. കൂടുതൽ എക്സ് ജനങ്ങൾ ചോദനം ചെയ്യുന്നു, ആവശ്യക്കാർ കൂടുതൽ. സോ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്? നാച്ചുറലി ദ പ്രൈസ് ഓഫ് ദ എക്സ് വിൽ ഇൻക്രീസ്. പ്രൈസ് വിൽ ഇൻക്രീസ്. ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്കറിയാം വില കൂടും. സോ ദർ ഈസ് എ സിഗ്നൽ ഫോർ ദ പ്രൊഡ്യൂസർ. ഇതൊരു സൂചനയാണ്. ഈ എക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകൻ എന്താ സൂചന? ദർ ഈസ് എ നീഡ് ടു പ്രൊഡ്യൂസ് മോർ എക്സ്. കൂടുതൽ എക്സ് സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന ഒരു സിഗ്നൽ ഈ പ്രൈസ് ഇൻക്രീസിലൂടെ ഒരു പ്രൊഡ്യൂസർക്ക് ലഭിക്കുകയാണ്. സോ ദേ വിൽ സ്റ്റാർട്ട്, ദ പ്രൊഡ്യൂസേഴ്സ് വിൽ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് എക്സ്. വാട്ട് ടു പ്രൊഡ്യൂസ്? വി ഹാവ് ടു പ്രൊഡ്യൂസ് എക്സ് ബിക്കോസ് ദ പ്രൈസ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്ന ഒരു സിഗ്നലാണ് മാർക്കറ്റ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട ഒരു സംവിധാനം. Once more, in a market economy, the market mechanism decides or market mechanism solves all the problems. Take the case of what to produce. Here, suppose the demand for X is increasing, X ന്റെ ചോദനം കൂടുന്നു. നാച്ചുറലി ഒരു വസ്തുവിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ ആ വസ്തുവിന്റെ വിലയും കൂടും. ഓക്കെ, ആ വില കൂടുന്ന ഇതൊരു സൂചനയാണ്. ആർക്കുള്ള സൂചന? ആ സമ്പദ്ഘടനയുള്ള പ്രൊഡ്യൂസേഴ്സിനുള്ള സൂചന. എന്തിനുള്ള സൂചനയാണ്? They have to produce more X. കൂടുതൽ എക്സ് ഉൽപ്പാദിപ്പിക്കണം. സോ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന പ്രശ്നം ഇവിടെ പരിഹരിച്ചത് പ്രൈസ് സിഗ്നലിലൂടെയാണ്. Take the case, just opposite case. Suppose the demand for the X falls. Demand Xന്റെ ഡിമാൻഡ് കുറയുന്നു. എന്താ സ്വാഭാവികമായിട്ടും സംഭവിക്കുക? The price of X will fall. Xന്റെ വില കുറയും. Xന്റെ വില കുറയുന്നത് ഒരു സിഗ്നലാണ് പ്രൊഡ്യൂസറിന്. എന്താണ് പ്രൊഡ്യൂസർ ചെയ്യേണ്ടത്? പ്രൊഡ്യൂസർ വിൽ reduce the production of X. എക്സിന്റെ ഉൽപാദകൻ കുറയ്ക്കണം. ബിക്കോസ് അതിന് ഡിമാൻഡ് ഇല്ല, അതുകൊണ്ടാണ് വില കുറയുന്നത്. അങ്ങനെ വില ഒരു സിഗ്നലായിട്ട് നിൽക്കുകയാണ് എവിടെ? മാർക്കറ്റ് ഇക്കോണമി. സോ മാർക്കറ്റ് മെക്കാനിസമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഇങ്ങനെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. വില ഒരു സിഗ്നൽ. പ്രൈസ് വിൽ ആക്ട് ആസ് എ സിഗ്നൽ ടു വാട്ട് ടു പ്രൊഡ്യൂസ്. All other decisions are also taken by the price. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? വില തന്നെ തീരുമാനിക്കും. ആർക്കൊക്കെ ഉൽപ്പാദിപ്പിക്കണം? വില തീരുമാനിക്കപ്പെടും. Okay. So in the market mechanism, in short we can say that in the market mechanism, all the problems, major economic problems are solved by the market mechanism, or we can call it as price mechanism. Price will act as a signal. Price ഒരു സൂചനയായിട്ട്, വില സൂചനയാണ്. അവിടെ പ്രൊഡ്യൂസറിന് എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഇത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കൊക്കെ ഉൽപ്പാദിപ്പിക്കണം ഒക്കെ തീരുമാനിക്കുന്നത് അവിടെ വില സൂചനയാണ്. സോ മാർക്കറ്റ് മെക്കാനിസം ഓർ പ്രൈസ് മെക്കാനിസം will solve all the economic problems in a market economy. Take the case of mixed economy. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ കേസ് നമുക്ക് എടുക്കാം. The government or in the central planned economy, all the decisions are taken by the government. But you know, government has so many limitations. എല്ലാ തീരുമാനങ്ങളും ഗവൺമെന്റിന്, സാമ്പത്തിക തീരുമാനങ്ങളും ഗവൺമെന്റ് എടുക്കാൻ സാധ്യമല്ല. Government can't take every decisions regarding the economic activities. And you know, the market mechanism sometimes fails. ചില ഘട്ടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ഈ പ്രൈസ് മെക്കാനിസം, വില സംവിധാനവും അഥവാ കമ്പോള സംവിധാനം ചില ഘട്ടങ്ങളിൽ തകർന്നു പോകും.
Market mechanism will sometimes fails. So in a mixed economy, both the government and the price mechanism together solves the problem. അപ്പോൾ മിക്സഡ് എക്കോണമിയിൽ both the government and price mechanism, വില സംവിധാനവും സർക്കാർ സംവിധാനവും കൂടിച്ചേർന്നുകൊണ്ടാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്നത്. So these are all about the various economic systems and how these systems solves the economic problems. Once more, in a centrally planned economy, the problems are solved by government or planning authority. In a market economy, the problems are solved by market mechanism, or we can call price mechanism. വില സംവിധാനമോ കമ്പോള സംവിധാനം, കമ്പോള സംവിധാനം ഇവരാണ് അവിടെ മാർക്കറ്റ് ഇക്കോണമിയിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. മാർക്കറ്റ് മെക്കാനിസം ഓർ പ്രൈസ് മെക്കാനിസം. ഇൻ ദ കേസ് ഓഫ് മിക്സഡ് ഇക്കോണമി, ബോത്ത് ദിസ് ഗവൺമെന്റ് ആൻഡ് ദ പ്രൈസ് മെക്കാനിസം ടുഗദർ സോൾവ്. വില സംവിധാനവും അഥവാ കമ്പോള സംവിധാനവും സർക്കാരും കൂടി ചേർന്നുകൊണ്ടാണ് അവിടുത്തെ പ്രശ്നങ്ങൾക്ക്, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. So in the next class we will discuss about the positive economic analysis and normative economic analysis. Okay, see you in the next class. Thank you.